ആദ്യം ശ്രീ ഷാബു ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല പാകിസ്ഥാൻ ചെയ്യുന്നത്. ബിലാവൽ ഭൂട്ടോ അടക്കം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നത് യുദ്ധത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ള കാര്യമാണ്. അതിന് ഉപോത്ബലകമായിട്ട് ജല ഭീകരവാദമാണ്, വാട്ടർ ടെററിസമാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു. സാമ്പത്തികമായി അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും, രാഷ്ട്രീയമായി അസ്ഥിരപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒരു യുദ്ധകാഹളം മുഴക്കാൻ പാകിസ്ഥാന് കഴിയുന്നത് എന്ത് ധൈര്യത്തിലായിരിക്കും? നോക്കൂ, അവർ സത്യത്തിൽ പ്രതീക്ഷിച്ച ഒരു തിരിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉറിയിലും ബാലക്കോട്ടിലും ഒക്കെ ഉണ്ടായ മാതിരി അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയ ഒരു സൈനിക തിരിച്ചടിയാണ് അവർ ഇമ്മീഡിയറ്റ്ലി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. തീർച്ചയായും ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന അവരുടെ തലയിലേക്ക് ഒരുതരം ഇടുത്തി പോലെയാണ് ഇന്ത്യയുടെ ഈ ഒരു ഡിസിഷൻ ചെന്ന് വീണത്. കാരണം ഇതൊരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. കാരണം പാകിസ്ഥാനുമായി രൂക്ഷമായ നടന്ന 3 യുദ്ധങ്ങളിലും ഇത്രയും കാലം നടന്ന ടെൻഷനുകളിലും ഒന്നും ഒരിക്കലും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ തൊടാൻ അങ്ങനെ അതൊരു ഇഷ്യൂവേ ആയിട്ടില്ല. അതുകൊണ്ട് അതിലേക്ക് കയറി, പ്രത്യേകിച്ച് അത് ലോകരാഷ്ട്രങ്ങളുടെയും ലോകബാങ്കിന്റെയും ഒക്കെ അങ്ങനെ ലോകത്തിനെ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാകാം എന്തായാലും ഒരു സർക്കാരും ഇതിനു മുമ്പ് ആ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ കയറി തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഇവർ പ്രതീക്ഷിച്ചിട്ടുമില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏതാനും മാസങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ മരുപ്പറമ്പാക്കി കളയുന്ന തീരുമാനമാണത്. വളരെ വലിയ ഒരു ആയുധമാണ് ഇന്ത്യയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പോലും ചെലവാക്കാതെ പാകിസ്ഥാനെ എന്നേക്കുമായിട്ട് തകർത്ത് കളയാൻ കഴിയുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു ആയുധമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. കാര്യം പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദികളെല്ലാം ഇന്ത്യയിൽ കൂടെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അതുമല്ല, കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഈ ധാരാളം കനാൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വെള്ളം തിരിച്ചുവിടാനും ഒക്കെ ആയിട്ടുള്ളത്. ഈ ഒരു ഡെസ്പറേഷനിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന്, ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ കൊന്നുകളയും തിന്നുകളയും എന്നും പറയുന്ന മാതിരി പറയുന്നതല്ലാതെ ഇത് അവരുടെ പ്യുവർ ഡെസ്പറേഷനാണ് ഈ കാണുന്നത്. എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കടുത്ത ഡിസിഷൻ ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇന്ത്യയുടെ ഒപ്പമുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം കൂടിയാണ്. ഇതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ടെൻഷൻ അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഇത്രയധികം ഇന്ത്യക്ക് ലോക സമൂഹത്തിന്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരവസ്ഥ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ 99 കാർഗിൽ യുദ്ധത്തിലായാലും അന്ന് 98 പൊഖ്രാൻ ടെസ്റ്റിന് ശേഷം ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ഇന്ത്യക്കെതിരെ അതിശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ വളരെ വലിയ എക്സ്റ്റേണൽ പ്രഷറിലും കൂടെ നടുവിൽ നിന്നുകൊണ്ടാണ് 99 കാർഗിൽ യുദ്ധം നടത്തുന്നത്. 71 യുദ്ധത്തിലാണെങ്കിൽ അമേരിക്ക പൂർണ്ണമായും പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു, 65-ലും 71-ലും എല്ലാം. അതുകൊണ്ട് എന്നാൽ ഇപ്പൊ ആ സിറ്റുവേഷൻ എല്ലാം മാറി. ഇന്ന് 2 കാരണമുണ്ട്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്കക്ക് ഇപ്പൊ പാകിസ്ഥാനെ ആവശ്യമില്ല. പണ്ടാണെങ്കിൽ കോൾഡ് വാറിന്റെ ഒക്കെ സമയത്ത് അമേരിക്കക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനെ ആവശ്യമില്ല. അത് മാത്രമല്ല, ഇന്ത്യയുമായി ഒരു 2 ജനാധിപത്യ സംവിധാനങ്ങൾ തമ്മിലുള്ള ആ ഒരു സഹകരണം എന്നുള്ള ആ ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും പാകിസ്ഥാനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാന്റെ ആയുധപ്പുരയിലുള്ള ആയുധങ്ങൾ പ്രധാനപ്പെട്ടതെല്ലാം, വിമാനങ്ങൾ, F-16 വിമാനങ്ങളായാലും അങ്ങനെയെല്ലാം ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നുള്ളതാണ്. അവിടുന്ന് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടുന്നില്ല, വിമാനങ്ങൾ പറത്താനാവുന്നില്ല. പിന്നെ അവർക്ക് ആകെ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യം വേറെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സാണ് അവർക്ക് വലുത്. അവർക്ക് ഇന്ത്യയുടെ വിപണി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളും ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങളും നിലനിൽക്കെ തന്നെ ഇന്ത്യയുമായി നല്ല നിലയിൽ പോവുക. കാര്യം ഇന്ത്യക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അന്താരാഷ്ട്ര അംഗീകാരമൊക്കെ അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ള രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യവും സംശയമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഇവർ. അങ്ങനെയാണ് ഇവർ ഈ രീതിയിലുള്ള കൊന്നുകളയും തിന്നുകളയും, ഞങ്ങൾ ആറ്റം ബോംബിടും,
ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇന്ത്യയുടെ ചോരയൊഴുക്കും എന്നൊക്കെ പറയുന്നത്. അതാണ് അവസ്ഥ. ഇവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ പോകുന്നില്ല. ഇന്ത്യ ഇതുവരെ ഒരു വെടി പോലും പൊട്ടിച്ചിട്ടില്ല. പക്ഷേ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന ഒരു ധാരണ അവർക്കുണ്ട്. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിവുമില്ല. ഇത് ഉറി പോലെയും ബാലക്കോട്ട് പോലെയും ഒന്നും ആയിരിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അങ്ങേയറ്റം അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, പാകിസ്ഥാൻ ഈ വിഷയം UN-ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടുള്ള ഒരു നിലപാടെടുത്തില്ല ഇന്ത്യ എന്ന തരത്തിലുള്ള ആരോപണമായിരിക്കുമല്ലോ ഉന്നയിക്കുക. കർഷകർ, ആ രാജ്യത്തെയും കർഷകർക്ക് സംഭവിക്കുന്ന വലിയ ദുരന്തത്തെ ആയിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ UN-ൽ കൊണ്ടുവരിക. അതായത് യുദ്ധത്തിനും അപ്പുറത്തേക്ക് വലിയ ക്രൂരത ഇന്ത്യ കാണിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു വ്യാഖ്യാനമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു ശ്രമം നടക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? നോക്കൂ, ഇപ്പം നമ്മൾക്കറിയാം, കഴിഞ്ഞ വർഷം ഇവിടെ ഇസ്രായേലിലെ ഹമാസിന്റെ അറ്റാക്ക് നടന്നതിന് ശേഷം ഈ ഇസ്രായേലിനെതിരെ എന്തെല്ലാം UN പ്രമേയങ്ങൾ വന്നു, എന്തെല്ലാം UN പ്രമേയങ്ങൾ, എത്രമാത്രം അപലപിക്കല്, തലകുത്തിമറിയല് അവർ മൈൻഡ് ചെയ്തോ? അതായത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. ആലോചിച്ച് നോക്കണം. ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കടുകുമണി പോലും ഇല്ല. 1 കോടിക്ക് താഴെ ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യം. പക്ഷേ അവരുടെ നിലനിൽപ്പും അവരുടെ സെക്യൂരിറ്റിയും പ്രശ്നമായി വരുമ്പോൾ അത് ഏത് രാജ്യത്തിനും അങ്ങനെ തന്നെയാണത്. അവിടെ മനുഷ്യത്വവും മനസാക്ഷിയൊന്നും അല്ല, അവിടെ നിലനിൽപ്പാണ് പ്രശ്നം. നിലനിൽപ്പിന് നേരെയുള്ള ഭീഷണിയും പ്രശ്നമാകുമ്പോൾ അവിടെ മനുഷ്യത്വത്തിനും മനസാക്ഷിക്കും ഒക്കെ സെക്കൻഡറി പൊസിഷനേ ഉള്ളൂ. ഇതൊരു ഫാക്റ്റാണ്, ഇത് ചരിത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതുപോലൊരു ചെറിയ രാജ്യമായ ഇസ്രായേലിന് അങ്ങനെ ചെയ്യാമെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഒരു ശക്തി, ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തി, ഇന്ന് ലോകത്തിന്റെ മുഴുവനും പിന്തുണയുള്ള ഒരു ശക്തി അവരുടെ മുമ്പിൽ ഇങ്ങനെ എവിഡന്റ് ആയിട്ട് കാണുകയാണ്. എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ പാവം സാധാരണ ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നത്. അതുകൊണ്ട് ലോകം, ഈ പറയുന്ന UN-ഉം എല്ലാം ഇന്ത്യക്കൊപ്പമേ നിൽക്കൂ. ഇനി അഥവാ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന ക്ലിയറായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. അതാണ് ശരി. ഞാൻ തിരികെ എത്താം ശ്രീ ഷാബു പ്രസാദ്. ശ്രീ